ഇപ്പം ഞാൻ ഒറിജിനൽ പെൺകുട്ടി ആയിരുന്നെങ്കിൽ ആഷി ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നിൻ്റെ പോലത്തെ കുട്ടിയായിരിക്കും, എൻ്റെ കളർ കിട്ടണം, നിൻ്റെ മൂക്ക് വേണം, നിൻ്റെ കണ്ണ് വേണം, നിൻ്റെ ചുണ്ട് വേണം, നിൻ്റെ ഹെയർ കിട്ടണം, അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ നിൻ്റെ പോലെ ഉണ്ടാവില്ല, കാണാൻ നല്ല രസം, അങ്ങനെയൊക്കെ ഞങ്ങൾ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അഡോപ്ഷൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ടെന്ന് പറയാം. ഞാൻ ഇപ്പം ഭാവിയിൽ ഒരു കുട്ടീനെ വേണം, ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങളെ കണ്ട് ബോറടിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ നോക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ നോക്കാൻ ഒരു കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ അഡോപ്റ്റ് ചെയ്യുള്ളൂ. വേറെയുള്ള വഴിയിലൂടെ ഉള്ള ഇതല്ല അഡോപ്ഷൻ. കാരണം നമ്മൾക്ക് വേറൊരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക, ആ കുട്ടിക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് കൊടുക്കുക, ആ കുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക. അത് ഒരാൾക്ക് കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുത്തൂടെ? പച്ചുവിന്റെ അമ്മയില് ഉർവശി ചേച്ചിനെ പോലെ. അതൊക്കെ എനിക്കിഷ്ടം. നേരത്തെ ഇപ്പൊ ഇമോഷണൽ ആയ ജാസിനെ നമ്മൾ കണ്ടു. ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ഇമോഷണൽ ആവാറുണ്ടായിരിക്കും. അപ്പൊ എന്ത് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കാറ്? എങ്ങനെ ആശ്വസിപ്പിച്ചാലാണ് ജാസി ഞാൻ പറയാം എല്ലാം ശരിയാവും ജാസി, അങ്ങനെ പറയാം. ഇതൊക്കെ നമ്മൾ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ ഈ പ്രശ്നം. ഞാൻ ജാസിനേല് പ്രശ്നങ്ങൾ പുറത്ത് പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ ഫസ്റ്റ് അറിയാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പറയുമ്പോൾ ആശി നീ ശരിക്ക് സീനാണ്, എല്ലാവർക്കും നീ ഇഷ്ടമില്ലാണ്ടാവും, പിന്നെ നീ ഒരു നിനക്ക് ലൈഫ് വരും. അതേപോലെ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യും. ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാറില്ല, എല്ലാം പറയാണ്ടിരിക്കും. ഞങ്ങൾ ഫസ്റ്റേ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും, പിന്നീട് ഇങ്ങനത്തെ സീനൊക്കെ. പിന്നെ ഇപ്പം അങ്ങനെ സങ്കടങ്ങൾ തോന്നാറില്ല, അപ്പോൾ അങ്ങനെ ആലോചിക്കാറില്ല ഒന്നാമത്. പിന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ്, രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചില്ലായിട്ട് ഇങ്ങനെ പോകുന്നു. ഏതോ ഒരു ട്രോള് ഞാൻ കണ്ടു, ഇത് ജാസിയാണോ ഇത് ആലിയ ഭട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കമന്റ്സ് ഒക്കെ കാണാറുണ്ടോ? ഒരു അവാർഡ് ഷോക്ക് പോയ സമയത്ത് ഓക്കെ, മറ്റേ ഇതിന്റെ റെഡ് ഡ്രസ് ഇട്ട് പോയ ഒരു ഇനാഗ്രേഷൻ ആയിരുന്നു, ഒരു പാർലർ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. കോസ്റ്റ്യൂം എപ്പോഴും നല്ല അഭിപ്രായമാണ് എൻ്റെ കോസ്റ്റ്യൂംസിനും. ടച്ച്വുഡ്, അത് ഭയങ്കര സന്തോഷം. എന്താണ് ഇപ്പൊ ജാസിനെ പോലത്തെ ഒരുപാട് പേര് കമ്മിങ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും, അവരോട് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫ്, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ ഒരിക്കലും അഭിനയിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ത്രീ ആവാനാണോ ഇഷ്ടം, നമുക്ക് സാരി എടുക്കാനാണോ ഇഷ്ടം, നമുക്ക് ചുരിദാർ എടുക്കാനാണോ ഇഷ്ടം, നമ്മൾ പുറത്തേക്ക് വരിക, പറയുക, അവരോട് പറയുക. അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ കമ്മൗട്ട് ചെയ്യുക. കമ്മൗട്ട് ചെയ്തിട്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് വരിക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. സ്ത്രീ ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സ്ത്രീ എന്ന രീതിയിൽ നിങ്ങൾ മുന്നേറി പോവുക. ആഷിക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ജാസിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരുപാട് ഹേറ്റ് കമന്റ്സ് വരുന്നുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും കൂടി ഒരു റിപ്ലൈ. ഓരോരുത്തരുടെ ഇഷ്ടമാണത്. എനിക്ക് എൻ്റെ ഇതായിട്ട് മുന്നോട്ട് പോലെ അല്ലാണ്ട് മുഖംമൂടിയാണെങ്കിൽ എനിക്ക് തിരിച്ചല്ല. ഞാൻ ജെന്യൂൻ പേഴ്സണൽ അതുകൊണ്ട് ഞാൻ ജെന്യൂൻ ആയിട്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കൊരു ഒരാളിനെ ഇപ്പോൾ ഒരാളുടെ ഹെൽപ്പ് ചോദിച്ചിട്ടാ അങ്ങനെയല്ല ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ട ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ കമ്മിങ് ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹപ്പെടുന്നില്ലേ? അതായത് ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കാണ്ട് ആളുകൾ വരട്ടെ എന്ന്. റീസെന്റ് ആയിട്ട് മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ നാദിറ മെഹറിൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ട്രാൻസ് വ്യക്തി അതിൽ അഭിനയിച്ചതുകൊണ്ട് പല സ്ഥലങ്ങളിലും ആ ഒരു സിനിമ ബാൻ ചെയ്തൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഈ ട്രാൻസ് ആയിട്ടുള്ള ആളുകൾക്ക് അവസരം കൊടുക്കുമ്പോൾ അതൊരു കുറ്റമായിട്ട് നാദിറ അഭിനയിച്ചതുകൊണ്ടാണ് ആ സിനിമ ബാൻ ചെയ്തതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഒന്നാമത് പുറത്തെ കണ്ടിപ്പോ ഞാൻ പറയാം, ഇപ്പൊ UAE പോലത്തെ GCC കൺട്രികളിൽ ട്രാൻസ് അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇപ്പോൾ നമ്മുടെ നാദരുടെ വിഷയമല്ല, അത് തന്നെ ഇപ്പോൾ നമ്മൾ കാതൽ സിനിമ, മമ്മൂട്ടി അഭിനയിച്ച കാതൽ സിനിമ അവിടെ ബാനായിരുന്നു. കാരണം അതിൽ പറയുന്നത് ഒരു സ്റ്റോറി ലൈൻ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനത്തെ സ്റ്റോറികൾ അവിടെ എടുക്കത്തില്ല. പക്ഷെ മാറ്റങ്ങൾ വരും, ഉറപ്പായിട്ടും മാറും. കാരണം കാലങ്ങളല്ലേ, മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ അടുത്താണ് അവിടെ മറ്റേ കുറേ കാര്യങ്ങളൊക്കെ അവിടെ അംഗീകരിച്ചു തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് ഇനിയും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എനിക്ക് ഭയങ്കര അഭിമാനമാണ് നാദിറ അതിൽ അഭിനയിച്ചത്. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ അഭിനയിക്കുന്നു. അതേപോലെ ഇനി ഒരുപാട് പേര് വരും. ഇപ്പോൾ ശ്രുതി സിത്താര മിസ് ഗ്ലോബൽ ഇതായി. അതുപോലെ ഒരുപാട് പേർക്ക് നല്ല നല്ല അവസരങ്ങൾ വരുന്നു. ഒരുപാട് പേര് നല്ല അച്ചീവ്മെന്റ് നേടുന്നു. ഇപ്പൊ ഹേദിയൊക്കെ നല്ല നല്ല അച്ചീവ്മെന്റ് ഒക്കെ നേടുന്നു. ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിനെസ് ആണ് എനിക്ക് കാണുന്നത്. ഇടയ്ക്ക് തോന്നാറുണ്ടോ കേരളത്തിൽ ജനിച്ചത് കുറച്ചുകൂടെ നന്നായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കുറച്ചുകൂടി ഇവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്? അല്ല, അതിനൊക്കെ ഉപരി കേരളത്തിൽ ജനിച്ചത് ഭയങ്കര അഭിമാനം. ഇന്ത്യക്കാരി ആയതിൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്, ഒരുപാട് അഭിമാനിക്കണം. ജയ് ഹിന്ദ്. കേരളത്തിൽ ജനിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ഒന്നാമത് നല്ല സ്നേഹം തരുന്ന ആൾക്കാർ, അത് മലപ്പുറത്ത് ജനിച്ചത് വലിയ സന്തോഷം. നല്ല ആൾക്കാർ,
സന്തോഷം. ഇപ്പൊ മലപ്പുറത്ത് ജനിച്ച ഒരാള് ഇപ്പോ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു, അത് ട്രാൻസ് ആയിട്ടുള്ള ഒരു വ്യക്തി, എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരാൾ കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ ഒരാൾ കളിയാക്കിയാലും മിണ്ടാടെ എന്റെ ഫ്രണ്ട്സ് എപ്പോഴും ചോദിക്കും, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? ഇത് ഞങ്ങൾ വേറെ ആരും കണ്ടിട്ടില്ലല്ലോ, എനിക്ക് എവിടുന്ന ഈ ധൈര്യം വന്നത്? എന്റെ ഫ്രണ്ട്സ് പറയും എനിക്ക് എവിടെ നിന്ന് ഇത്ര ധൈര്യം കിട്ടിയെന്നൊക്കെ. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ സഞ്ചരിച്ച ആ ഒരു ഏരിയ ഒരു ഇതായിരിക്കാം, അപ്പൊ വന്ന വഴിയിലായിരിക്കാം. ആ വഴിയിലൂടെ ഒരുപാട് പേര് എന്നെ കല്ലെറിഞ്ഞ് മുള്ളെറിഞ്ഞ്, പക്ഷെ എനിക്ക് അതിന് കിട്ടിയ ഒരു പ്രചോദനമായിരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് എന്നെ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞാലും ഞാൻ തളരാറില്ല, വിഷമിക്കാറില്ല. ഞാൻ എൻ്റെ ഒരു ഫോക്കസ് ഓഫ് ലൈഫ് തേടി ഞാൻ അങ്ങനെ പോകും. ഇപ്പൊ ലൈഫിൽ ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാണ്. മാഷാഅല്ലാഹ്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും ലൈക്ക് എന്താണ് ട്രാൻസ് അല്ലാണ്ട് എനിക്ക് ജാസി എന്ന് പറഞ്ഞ വ്യക്തിനെ എനിക്ക് പേഴ്സണലി എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആരും കോപ്പി? ഓ, എന്റെ ഫ്രണ്ട് കീക്കി പറയും ഇതേപോലെ നമ്മളെയാണ് ആദ്യം സ്നേഹിക്കേണ്ടതെന്ന്. അതെ, സെൽഫ് ലവ് ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു സംഭവം. നമ്മൾ ആദ്യം നമ്മളെ അത് എന്നോട് എനിക്ക് ഫസ്റ്റ് ആ ഒരു ഫോക്കസ് ഓഫ് ലൈഫ് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എൻ്റെ ലൈഫിൽ കീക്കി, എൻ്റെ ഫ്രണ്ട് റുക്സാന, ദുബാരയില്ല. അവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഫോർ എവർ ആണ് എനിക്ക് അവള്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കീക്കി. അപ്പൊ അവളാണ് എന്നോട് ഫസ്റ്റ് പറഞ്ഞത്, നീ വിഷമിക്കില്ല, ആദ്യം നീ നിന്നെ കാണ്, നീ നിന്നെ പഠിക്ക്, നീ നിന്നെ റെസ്പെക്ട് ചെയ്യും, നീ നിന്നെ സ്നേഹിക്ക്, നീ നിന്നെ സ്നേഹിച്ചാൽ ബാക്കിയുള്ള എല്ലാം നടക്കും. ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ അവള് പറഞ്ഞു തുടങ്ങിയതാ. അവളാണ് പറഞ്ഞത് നീ യൂട്യൂബ് ചാനൽ തുടങ്ങുക, നാട്ടിലല്ലേ യൂട്യൂബ് ചാനൽ നന്നായിട്ട് ക്ലിക്കാവും, തുടങ്ങുക. അങ്ങനെ തുടങ്ങി ഞങ്ങൾ യൂട്യൂബ് ചാനൽ. മാഷാ നല്ല ക്ലിക്കായി, ഒരുപാട് ഫോളോവേഴ്സ് കിട്ടി, ഒരുപാട് സ്നേഹങ്ങൾ കിട്ടി, സന്തോഷം. ഈ ഒരു സമയത്ത് നമ്മൾ ചായ കുടിക്കുന്ന സമയമാണ്, അപ്പോ നമ്മൾ പലഹാരം ചായന്റെ കൂടെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ആശീൻ്റെ അടുത്ത് പറയണത്, ജാസിനെ ഒരു പലഹാരമായി ഉപമിക്കാൻ പറഞ്ഞാൽ ഏത് പലഹാരമായിരിക്കും? അത് എന്തുകൊണ്ടെന്ന് കൂടെ പറയണത്. എന്നെ ഒരു ചായക്കടി പോലെ നീ ഇതാക്കണം, കാണണം. അപ്പൊ നീ ഏത് ചട്ടിപ്പത്തിരിയോ? ചട്ടിപ്പത്തിരി ലെയർ എല്ലാം ഉണ്ടല്ലോ അതില്. ചട്ടിപ്പത്തിരി ആകുമ്പോ ഒരു ലെയറില് ഇത്, അടുത്ത ലെയറില് മസാല, അടുത്ത ലെയറില് എന്ത് ചിക്കനോ ബീഫോ അങ്ങനെ. ഭയങ്കര ലോജിക്കൽ തിങ്കിങ് ആയിപ്പോ കേട്ടോ. തിരിച്ചാണെങ്കിലോ പഴംപൊരി. രതീഷ് അല്ല കേട്ടോ, പ്രത്യേകിച്ച് എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു മണിക്കൂർ നമ്മൾ സംസാരിച്ച ഏറ്റവും വലിയ കൗണ്ടർ ആയിരുന്നു. അല്ല, എനിക്ക് പേഴ്സണലി ആഷിനെ എനിക്ക് എന്റെ ഫേവററ്റ് പഴംപൊരിയാണ്. എനിക്ക് ഞാൻ എവിടെ പോയാലും ഏത് സമയത്തും കിട്ടിയാലും കഴിക്കുന്ന ഒരു പലഹാരം പഴംപൊരിയാ. ഞാൻ വീട്ടിലും ഒരുപാട് ഇവിടെ ഉണ്ടാക്കില്ലേ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യുന്ന പലഹാരം പഴംപൊരിയാണ്. നല്ല പഴുത്ത പഴം നല്ല മാവിൽ മുക്കിയിട്ട് കുറച്ച് ആ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കണം. പഴംപൊരി പൊരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കൂട്ടുണ്ടല്ലോ, ലൈക്ക് മൈദ കൂട്ട്, ആ കൂട്ടിൽ കുറച്ച് കരിഞ്ജീരകവും കുറച്ച് നല്ല ജീരകവും ചേർത്തിട്ട് നിങ്ങൾ അതിൽ പഴംപൊരി പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഫാനായി മാറും. നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല ജീരകവും കരിഞ്ജീരകവും കൂടി മിക്സ് ചെയ്തിട്ട് ആ മാവിൽ മുക്കി പൊരിക്കണം. അപ്പോൾ എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്, സ്നാക്സ് ആണ് പഴംപൊരി. അപ്പം അതുകൊണ്ടാണ് ഞാൻ പഴംപൊരി എന്ന് പറഞ്ഞത് കേട്ടോ. എനിക്ക് ഇഷ്ടമായത് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇത് വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? ഈ മൂഡ് ഔട്ട് ആയിട്ട് അല്ല, ആഷി ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഷിയുടെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും. കാരണം ആഷി ഓരോ നിമിഷങ്ങളും എൻജോയ് ചെയ്യിപ്പിക്കും നമ്മളെ. ഭയങ്കര രസമാണ് ആഷിന്റെ തമാശകള്. ഇടയ്ക്ക് ഞാൻ തന്നെ ഫോൺ നോക്കുന്ന സമയത്ത് ചുമ്മാ ആഷിനെ കുറെ നേരം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം ആഷിന്റെ ഓരോ തമാശകള്, ഓരോ മൂവ്മെന്റുകള്, ഓരോ കാട്ടിക്കൂട്ടില് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ആഷിനെ കുറെ നോക്കിയിരിക്കാൻ. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി നിങ്ങളെ പാർട്ട്ണറെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഈ വാട്സാപ്പിലൊക്കെ ഇമോജീസ് കണ്ടിട്ടില്ലേ, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇമോജീസ്, അതൊരു 3 ഇമോജീസ് ആഷിനെ കുറിച്ച്. ആഷിന്റെ ഇമോജി എന്ന് പറയുന്നത് മറ്റേ ഗ്ലാസ് വെച്ചൊരു ഇമോജി ഇല്ലേ, അതാണ് ആഷിന്റെ ഫേവററ്റ് ഇമോജി. പിന്നെ ഈഗിള്. അല്ല, ഇവരെ അയക്കുന്ന ഇമോജി അല്ല, അവരെ കാണുമ്പോൾ നമുക്ക് എന്ത് ഇമോജിയാ തോന്നുന്നത്? ആഷിനെ എനിക്ക് ആ ഗ്ലാസ് വെക്കണ ഇമോജി. കാരണം ആഷി രാത്രിയിലും ഗ്ലാസ് വെച്ച് ഇറങ്ങുന്ന വ്യക്തിയാണ്. ഇന്നെന്താ പറഞ്ഞ ഗ്ലാസ് ആഷി ഫുൾ ഗ്ലാസ് ഭയങ്കര കുറെ ഷെയ്ഡ് ഉണ്ട്. ഇതിന്റെ ഷെയ്ഡ്സിന്റെ കുറെ കളക്ഷൻസ് ആഷിന്റെ അടുത്തുണ്ട്.